ഹലോ വ്യൂവേഴ്സ്, അസ്സാം വലൈക്കും. നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാം ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള 4 മണിക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു മുട്ട ബജിയാണ് തയ്യാറാക്കുന്നത്. മുട്ട ബജി തയ്യാറാക്കാനായിട്ട് ഞാനൊരു 4 മുട്ട പുഴുങ്ങിയിട്ട് 2 പീസുകളാക്കി കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ് കേട്ടോ. ബജി തയ്യാറാക്കാനുള്ള ബാറ്റർ തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ 3 സ്പൂൺ കടലമാവ് എടുത്തിട്ടുണ്ട്. ആ കടലമാവിലോട്ട് ഒരല്പം കായപ്പൊടി ചേർക്കുക. ഞാൻ ഇവിടെ ഈസ്റ്റേണിൻ്റെ കായപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമ്പനിയുടെ കായപ്പൊടി വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ ഒരല്പം ഉപ്പ് അതിലോട്ട് ചേർക്കുക. ഒരല്പം വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കുക. പിന്നീട് 1 സ്പൂൺ കടലമാവും അല്പം മഞ്ഞൾപ്പൊടിയും ഒരല്പം മുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഏകദേശം നമ്മുടെ ബജിയുടെ ബാറ്റർ തയ്യാറായിട്ടുണ്ട് കേട്ടോ. പിന്നീട് നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ആ ബാറ്ററിലോട്ട് മുക്കി ഫ്ലെയിം ഓണാക്കി പാത്രം അടുപ്പത്ത് വെച്ച് അതിലോട്ട് ഒരല്പം എണ്ണ ഒഴിച്ച് എണ്ണ നന്നായിട്ട് ചൂടാതിന് ശേഷം മുട്ട ആ ബാറ്ററിലോട്ട് മുക്കി എണ്ണയിലോട്ട് ആഡ് ചെയ്യുക. നന്നായിട്ടൊന്ന് മുരിഞ്ഞു കോരിയെടുക്കുക. പിന്നീട് ഒരു സെർവിങ് ഡിഷിലോട്ട് മാറ്റുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു 4 മണിക്കൊക്കെ നല്ല ചൂട് ചായയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു ബജിയാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ്, വളരെ എളുപ്പവുമാണ്. കുട്ടികൾക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടപ്പെടും. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നതിനേക്കാളും വളരെ ടേസ്റ്റായിട്ട് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന, വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നൊരു ബജിയാണ്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. കൂടാതെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം ഈ ചാനലിലെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പം പുതിയൊരു വീഡിയോയുമായി കാണുന്നിടം വരെ ഓക്കെ, ബൈ, താങ്ക് യു.